ഈ 10,000 രൂപയുടെ കോയിൻ എങ്ങനെ കിട്ടിയത്? മാമ ലേലം വിളിച്ചെടുത്തു. ലേലം വിളിച്ചാ? എത്ര രൂപയ്ക്ക് ലേലം വിളിച്ച്? Above 5 lakhs. 5 ലക്ഷത്തിനാണ് ഈ 10,000 രൂപയുടെ കോയിനാ? 5 ലക്ഷത്തിന് മുകളിലായി. ഈ പുള്ളിക്കെന്താ പ്രാന്താ? ഭ്രാന്തലാക, ഇത് ഒരു ക്രൈസ് ആണ്. അപ്പൊ മാമ അത് കളക്ട് ചെയ്യോ അത് വിൽക്കൂ? അത് ചിലപ്പോ പൈസക്ക് ആവശ്യം വരുമ്പോ ആരായാലും വിറ്റല്ലേ പറ്റൂ. ഇപ്പൊ 1000 രൂപയുടെ കോയിൻ ചോദിച്ചപ്പോ വിറ്റെന്നാണ് പറഞ്ഞത്. ഇത് ഈ കോയിൻ ഒന്നും ഇവിടെ കാണിച്ചാണ് ഇത് 10,000 രൂപയുടെ കോയിൻ അല്ലേ? ഓ, ഇതിന് വേറൊരു പ്രത്യേകത. ഇത് എത്ര മാമ എത്ര രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തത്? 5 ലക്ഷോ? 5 ലക്ഷം. എടാ തള്ളും പച്ചിരി ഇതൊക്കെ എന്ത് പതുക്കെ തള്ളണ്ടേടാ തള്ളുമ്പോഴത്തേക്ക്. തള്ളിയത് ഇതിന് ഓരോരുത്തര് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ പോലും ഇതിന്റെ ക്രേസ് ഉള്ളവരുണ്ടായിരിക്കും. ചിലപ്പോ 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ ലേലം വിളിച്ചെടുക്കുന്നവരുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ 10 പൈസയുടെ പഴയ കോയിൻ ഇന്ന് വിറ്റ നമുക്ക് എത്ര കിട്ടാൻ? ഇത് പക്ഷെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കോയിൻ അല്ലേ? ആണ് കാക്ക. ഇതിന്റെ ഇത് നോക്ക്, മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയാണ് 1917 ഇന്ന് 100 വർഷം കഴിഞ്ഞു ഈ സാധനം അവര് ഉണ്ടാക്കിയിട്ട്. ഇത് നീ എന്താ എന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് പറഞ്ഞാണ്? 1917 തൊട്ട് 1984 ഇത് മാനുഫാക്ചർ ചെയ്തോണ്ടിരുന്നത്. എടാ അത് ഇന്ദിരാഗാന്ധി ജനിച്ചിട്ട് മരണപ്പെട്ട വർഷമാണ്. തങ്ങ് തള്ളയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ലിമിറ്റഡ് എഡിഷൻ കോയിൻ ആണെന്നാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇത് അധികം നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവരാരും ഇത് അപ്പൊ നീ അബ്നോർമൽ ആണോ? സാരില്ലടാ.